ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിനിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായ മൊജ്തബ ഖമനേയിക്ക് പരിക്കേറ്റെന്ന വാർത്തകൾ ഇറാൻ തള്ളി. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഇറാനിയൻ പ്രസിഡന്റിന്റെ മകനും സർക്കാർ ഉപദേശകനുമായ യൂസഫ് പെസഷ്കിയാൻ വ്യക്തമാക്കിയത്. തന്റെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ മൊജ്തബയെ റമദാൻ യുദ്ധത്തിലെ പരിക്കേറ്റ സൈനികൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നുവെങ്കിലും പരിക്കിന്റെ സ്വഭാവത്തെക്കുറിച്ചോ വ്യാപ്തിയെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ നൽകിയിരുന്നില്ല. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ മകനായ മൊജ്തബ ഖമനേയി ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. യൗവനത്തിൽ അദ്ദേഹം ഇറാഖ് യുദ്ധകാലത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോംപ്ലക്സ് എന്ന സൈനിക സംഘടനയിൽ സേവനമനുഷ്ഠിച്ചു. പിന്നീട് തന്റെ പിതാവിന്റെ ഓഫീസിൽ രാഷ്ട്രീയ സുരക്ഷാ കാര്യങ്ങളിൽ പ്രധാന സ്വാധീനമുള്ള വ്യക്തിയായി മാറി. ഔദ്യോഗിക സർക്കാർ പദവി ഇല്ലാതിരുന്നാലും രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിൽ വലിയ സ്വാധീനം പുലർത്തിയിരുന്നു. മൊജ്തബ ഖമനേയി ഒരു ഷിയ മുസ്ലിം മതപണ്ഡിതനാണ്. അദ്ദേഹം കും സെമിനാരിയിൽ ഇസ്ലാമിക തിയോളജി പഠിക്കുകയും പിന്നീട് അവിടെ അധ്യാപകനായും പ്രവർത്തിക്കുകയും ചെയ്തു. ഷിയ ഇസ്ലാമിന്റെ നിയമശാസ്ത്രമായ ഫിഖ് പഠനത്തിലും പഠിപ്പിക്കലിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസുകൾക്ക് നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഏറെക്കാലം പൊതുജനങ്ങളിൽ നിന്ന് അകലെയായി പ്രവർത്തിച്ചിരുന്ന ഒരു ബാക്ക്റൂം നേതാവായി കണക്കാക്കപ്പെടുന്നു. തന്റെ പിതാവിന്റെ ഭരണകാലത്ത് സുപ്രീം ലീഡറുടെ ഓഫീസിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ആളായിരുന്നു മൊജ്തബ. 2009 ഇറാൻ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2026 തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം ഇറാനിലെ മത നേതാക്കളും അസംബ്ലി ഓഫ് എക്സ്പേർട്ടും ചേർന്ന് അദ്ദേഹത്തെ രാജ്യത്തിന്റെ സുപ്രീം ലീഡറായി തെരഞ്ഞെടുത്തു. ഈ സ്ഥാനത്ത് അദ്ദേഹം ഇറാനിലെ രാഷ്ട്രീയ സൈനിക മതകാര്യങ്ങളിൽ ഏറ്റവും വലിയ അധികാരം കൈവശം വെക്കുന്ന വ്യക്തിയാണ്. മൊജ്തബ ഖമനേയി ഇറാനിലെ ശക്തമായ രാഷ്ട്രീയ മത നേതാവായി മാറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇറാന്റെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ നയങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. 2005 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനിടെ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയെന്ന ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. കൂടാതെ 2009 പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിൽ പങ്കുണ്ടായിരുന്നുവെന്ന വിമർശനവും ഉണ്ടായിരുന്നു. മൊജ്തബ ഖമനേയിയുടെ സ്ഥാനാരോഹണത്തിലൂടെ ഇറാൻ വിദേശ രാജ്യങ്ങളോട് കൂടുതൽ ആക്രമണാത്മകമായ നിലപാട് സ്വീകരിക്കുന്നതിനും രാജ്യത്തിനുള്ളിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും കാരണമായേക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മതപരമായ ഭരണം എന്ന പരിവേഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാൻ ഒരു സൈനിക രാഷ്ട്രം എന്ന രൂപത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഭരണകൂടത്തിൽ സൈന്യത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് ജനപിന്തുണ കുറക്കുന്നതിനും രാജ്യത്തിന്റെ ഭാവി നിലപാടുകളെ പ്രതികൂലമായി ബാധിക്കുന്നതിനും ഇടയാക്കിയേക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.